ഇറാൻ US സമാധാന ചർച്ച രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിലവിൽ ആ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ എത്രത്തോളം സാധ്യമാകും ആ രണ്ടാം ഘട്ട സമവായ ചർച്ച എന്നുള്ളതാണ് ലോകരാജ്യങ്ങളെമ്പാടും സംശയാസ്പദമായി നോക്കിക്കാണുന്നത്. ഒന്നാം ഘട്ട ചർച്ചയിലെ കോർ ഇൻസിഡൻസ് കുറേയധികം വിഷയങ്ങളുണ്ടായിരുന്നു ചർച്ച ചെയ്യാൻ. പക്ഷേ ആ ചർച്ച ഒരു ഘട്ടത്തിൽ അലസിപ്പിരിയുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഏതൊക്കെ രീതിയിൽ സമവായത്തിലേക്ക് എത്തും? ഇറാൻ ഇപ്പോഴും പറയുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം ആ പ്രക്രിയ ഇപ്പോഴും തുടരും എന്ന് തന്നെയാണ് ഏറ്റവും അവസാനമായി ഇറാൻ പറഞ്ഞു വെക്കുന്നത്. അതിലേത് രീതിയിലായിരിക്കും അമേരിക്ക സമവായത്തിലേക്ക് എത്തുന്നത്? ഒപ്പം ലബനാനുമായുള്ള ഇസ്രായേലിൻ്റെ ബന്ധം അതേത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ട് പോകുക? ഈ സമവായ ചർച്ചയിൽ അതേത് രീതിയിൽ ചർച്ചയാകുമെന്നുള്ളതാണ്. ജിമ്മി, നോക്കൂ, രണ്ടാം ഘട്ട ചർച്ച, ആദ്യഘട്ട ചർച്ചയിൽ നിരവധി പറഞ്ഞ പോലെ കോർ ഇൻസിഡൻസ് ഒരുപാടുണ്ടായിരുന്നു. ആ വിഷയങ്ങളിലൊന്നും ധാരണയാവാതെ ഒരു ഘട്ടത്തിൽ അലസിപ്പിരിയുന്ന ചർച്ചയിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഏത് രീതിയിൽ ആ ചർച്ച സാധ്യമാകുമെന്നാണ് കരുതുന്നത്? ചർച്ച ഏത് വഴിക്കും പോകാം. ആദ്യഘട്ട ചർച്ച പരാജയപ്പെടുമ്പോൾ അത് പരാജയപ്പെടാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇറാൻ വന്നു. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് അവർക്കുണ്ടായിരുന്നെങ്കിൽ രണ്ടാം ഘട്ടത്തിലും ഇത് പരാജയപ്പെടും എന്ന് പറഞ്ഞു നിൽക്കുന്ന ഇറാനെയാണ് നമ്മൾ കാണുന്നത്. ഓരോ ഘട്ടത്തിലും സൗകര്യമുണ്ടേ വേണേ ആലോചിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപാണ് പറയുന്നത് യുദ്ധം ചിലപ്പോൾ തീർന്നേക്കും, ഞങ്ങൾ വീണ്ടും ചർച്ചയ്ക്ക് പോകണം. പറഞ്ഞത് ഇറാനല്ല, പറഞ്ഞത് അമേരിക്കയാണ്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് കൊണ്ട് മുഖവിലക്കെടുക്കാനാവില്ല എന്നുള്ളത് ഒരു വിഷയം. രണ്ട്, ഈ ആദ്യത്തെ ചർച്ചയ്ക്ക് ശേഷം രണ്ടാം ചർച്ചയ്ക്ക് ഇടയ്ക്കാണ് സംഭവ വികാസങ്ങളിൽ അഡ്വാൻറ്റേജ് ആർക്കാണ്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹോർമൂസ് കടലിടുക്കിൽ പുതിയൊരു ചെക്ക് പോയിൻ്റ് അമേരിക്ക വെച്ചു. ആ ചെക്ക് പോയിൻ്റ് ഒരു സാങ്കല്പിക ചെക്ക് പോയിൻ്റ് ആവുകയും വരാനുള്ള കപ്പലുകൾക്ക് വരികയും പോകാനുള്ള കപ്പലുകൾ മിക്കവാറും ഒക്കെ പോവുകയും ചെയ്യുന്നു. അതിന് ഇറാൻ ഇവരെ കളിയാക്കുന്നു. 2 കപ്പലുകൾ ഇറാൻ എന്തായാലും തിരിച്ചുവിടാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസാനം പറഞ്ഞ് ചൈനയും US അമേരിക്കയും തമ്മിൽ നേർക്കുനേറുള്ളൊരു വാക്പോരിലേക്ക് എത്തിയിട്ടുണ്ട്. ഇറാൻ ഓയിൽ ചൈനയ്ക്ക് കിട്ടില്ല, പകരം ഞങ്ങളുടെ ഓയിൽ തരാം, അല്ലെങ്കിൽ വെനിസ്വേലൻ എണ്ണ തരാം എന്ന് പറഞ്ഞ് അമേരിക്ക ചൈനയ്ക്ക് ഒരു കൗണ്ടർ ഓഫറാണ് വെച്ചിരിക്കുന്നത്. ഇത് നടക്കാൻ പോകുന്നൊരു സാധ്യതയുണ്ടോ? ഇതൊന്നും പറയാതെ തന്നെ ചൈനയ്ക്ക് തിരിച്ചു വെക്കാവുന്നൊരു കാര്യമുണ്ട്. ശരിയാണ്, എണ്ണ ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പക്ഷേ ഈ മിസൈലുകളടക്കം ചിപ്പ് നിർമ്മാണത്തിനടക്കമുള്ള റെയർ എർത്ത്സിൻ്റെ 90% പോകുന്നത് ചൈന എന്ന് പറഞ്ഞ വിശാലമായ മേഖലയിൽ നിന്നാണ്. അതായത് ഈ 60 മുതൽ 70% വരെ റെയർ എർത്ത്, 85 മുതൽ 91% ഇതിൻ്റെ പ്രോസസ്സിങ്, അതുപോലെ തന്നെ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ മാനുഫാക്ചറിങ് ഏതാണ്ട് 96% ഇത്രയും ചൈനയിലാണ്. എന്ന് വെച്ചാൽ ആധുനിക ലോക രാജ്യങ്ങൾ ആധുനിക കാലത്ത് പുതിയ ടെക്നോളജികളെയും AI എല്ലാം ഡ്രൈവ് ചെയ്യുന്ന അടിസ്ഥാനപരമായ ബാറ്ററീസ് ഇതിനെല്ലാം ഡീൽ ചെയ്യുന്ന സ്ഥലം ചൈനയാണ്. അപ്പോൾ എണ്ണ മുടക്കമെന്ന് പറഞ്ഞാൽ എണ്ണ വെച്ച് പിന്നെ ഓടിക്കേണ്ട ബാക്കി സാധനങ്ങളൊന്നും ഇവിടെ നിന്നും കിട്ടില്ല. ഇത് അമേരിക്കയ്ക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, ഇത് അറിയാവുന്നേ. ഇപ്പോൾ തന്നെ ചൈന ഇത്തരം റെയർ എർത്ത്സിൻ്റെ കയറ്റുമതിക്ക് ലൈസൻസ് ഏർപ്പെടുത്തുകയും ചെറിയ രീതിയിൽ നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. സ്വിച്ചിട്ട പോലെ നിർത്താൻ കഴിയില്ലെങ്കിലും ഏതാണ്ട് ഒരു 2-3 സ്വിച്ചിട്ടാൽ എങ്ങനെ നിർത്താൻ പറ്റുമോ അതുപോലെ നിർത്താൻ ചൈനയ്ക്കും പറ്റും. ചുരുക്കത്തിലേ ഉള്ളൂ, അഡ്വാൻറ്റേജ് പരിപൂർണമായും അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ട രണ്ടാം ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു തരത്തിലും അമേരിക്ക രക്ഷപ്പെടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇറാൻ പൂർണ്ണമായും തീരണം. ഇറാനിൽ ഒരു സൈനികൻ പോലും ഒരു മിസൈൽ തൊടുക്കാൻ കഴിവില്ലാത്ത രീതിയിൽ ഇല്ലാതാവണം. അതല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലെ ബ്ലോക്കേഡ് അങ്ങനെ തന്നെ നിൽക്കും. ആ ബ്ലോക്കേഡ് ഇറാൻ നിയന്ത്രിക്കുന്നതായിരിക്കും. അമേരിക്കയുടെ ബ്ലോക്കേഡ് നിഷ്പ്രഭമായിരിക്കും. ചൈനയുടെ കപ്പലുകൾ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ചൈനയുടെ ഈ ബ്ലോക്കേഡിനെ തടയാൻ, ചൈനയുടെ കപ്പലുകളെ തടയാനുള്ള യാതൊരു ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിൽ അമേരിക്ക എളിഭരായി നിൽക്കുന്ന ഒരു സാഹചര്യമേ നിൽക്കുകയുള്ളൂ. ഇനി ഈ ചർച്ചയുടെ ഒരു പശ്ചാത്തലം നോക്കൂ. ആദ്യത്തെ ചർച്ച നടക്കുമ്പോൾ ഇസ്ലാമാബാദിലേക്കുള്ള ഇറാൻ്റെ പ്ലെയിൻ വന്നിറങ്ങുമ്പോൾ ഫെബ്രുവരി 28 ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രവും ബാഗും ആ പ്ലെയിനിൽ 120 സീറ്റുകളിൽ നിരത്തി വെച്ചിട്ടാണ് അവർ വരുന്നത്. അത്രയും പ്ലാൻഡായിരുന്നു. അത്രയും സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജും ലോകത്തിൻ്റെ ഒരു അനുകമ്പയും നേടിക്കൊണ്ടാണ് ആ ചർച്ച പരാജയപ്പെട്ടിട്ട് അവർ തിരിച്ചു പോകുന്നത്. അത്രയും ഒരു മേൽക്കൈ ഈ ചർച്ച വേണോ വേണ്ടയോ എന്ന കാര്യം മുതൽ ഈ യുദ്ധം അവസാനിക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ പോലും അവർക്കുണ്ട്. ഞങ്ങൾക്ക് സൗകര്യമില്ല നിങ്ങളുടെ ടേംസിൽ വരാൻ, വേണമെങ്കിൽ ചർച്ച നടത്തൂ, വേണമെങ്കിൽ സമാധാനം കൊണ്ടുവരൂ, നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാണ് ആദ്യത്തെ ചർച്ച അവസാനിക്കുന്നത്. അതിനുശേഷം ചൈനയെ കൂടെ ഈ വിഷയത്തിലേക്ക് വലിച്ചിടാൻ പറ്റുന്നു. രണ്ടാമത്തെ ചർച്ച വരുമ്പോൾ എങ്ങനെങ്കിലും ഈ സാധനം അവസാനിപ്പിക്കേണ്ട ആവശ്യം ഒരു കാരണവശാലും ഇറാനല്ല, അത് അമേരിക്കയ്ക്കാണ് എന്ന സാധ്യതയാണ് നിൽക്കുന്നത്. ഇനി ഗൾഫ് രാജ്യങ്ങളുടെ കയ്യിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധ്യത കിടക്കുക. വിഷയം ഇതാണ്, എന്ത് ടേംസിൽ ഈ യുദ്ധം അവസാനിക്കും? ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ഇറാൻ്റെ കയ്യിലാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു കപ്പലിന്
2 ബില്യൺ ഡോളറിന് തുല്യമായ യുവാൻ കൊടുത്ത് ഇനി ജീവിതകാലം മുഴുവൻ, ഇനി കൽപ്പാന്തകാലം മുഴുവൻ കൊടുക്കേണ്ടി വരുമോ? ഈ ടേംസ് എങ്ങനെ തീരും? അമേരിക്ക കൈയിടാൻ നോക്കി നിൽക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ അവസാനം തീരുമ്പോൾ ഒരു കാരണവശാലും അമേരിക്കയെ നമ്പരുത് എന്ന അടിസ്ഥാന പ്രമാണം ഉറപ്പിച്ചുകൊണ്ടായിരിക്കും ഇത് അവസാനിക്കുകയും ചെയ്യുക. എങ്ങനെ വന്നാലും ഗൾഫ് രാജ്യങ്ങൾക്ക് വളരെ വലിയ തിരിച്ചടി, മിക്കവാറും ഇറാന് മേൽക്കൈ, നാണക്കേട് അമേരിക്കയ്ക്ക്. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ചർച്ച പരാജയപ്പെട്ടാലും ചർച്ച വിജയിച്ചാലും. അമേരിക്ക അത്തരത്തിലുള്ള കണക്കുകൂട്ടൽ തന്നെയായിരിക്കുമോ നിൽക്കുന്നത്? കാരണം അമേരിക്കയ്ക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിരോധം അമേരിക്കക്കകത്ത് വെച്ച് ഡൊണാൾഡ് ട്രംപിനെതിരെയുണ്ട്. ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് ട്രംപ്. അപ്പോൾ ഒരു മേൽക്കൈ സൃഷ്ടിക്കുക, ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടില്ല, അത് ഞങ്ങൾ ജയിച്ചു എന്നുള്ള ഒരു നറേറ്റീവിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ഇനി എന്തായാലും ഡൊണാൾഡ് ട്രംപിന് കഴിയില്ല. അതിൽ നമ്മളിപ്പം ഇതിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടൊക്കെയുള്ള ഘടകങ്ങളെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ അമേരിക്കയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റ് എന്താണ് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ മാനസികാരോഗ്യ നില എന്താണെന്നതിനെ കുറിച്ചാണ്. ഇന്നിപ്പോൾ ന്യൂയോർക്ക് ടൈംസിലൊരു ദീർഘമായൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ, അതേമാതിരി സൈക്കോ അനലിറ്റിക് അസോസിയേഷൻ, 2 പ്രൊഫഷണൽ ഓർഗനൈസേഷൻസാണ്. അവർക്കിടയിൽ നടക്കുന്നൊരു ഡിബേറ്റ്, സീരിയസ് ആയൊരു ഡിബേറ്റാണ്. സൈക്കാട്രിക് അസോസിയേഷൻ പറയുന്നത് ഇദ്ദേഹത്തിന് കൊഗ്നിറ്റീവ് ഡിക്ലൈൻ, അതുപോലെ മലഗ്നൻറ്റ് നാർസിസം, ഈ 2 ബിഹേവിയറൽ ഡിസോർഡേഴ്സ് അദ്ദേഹത്തിന് സീരിയസ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് വുമൺ ഇത് പറയുകയും ചെയ്തു. സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം, അല്ല ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം ചോദിക്കും, അത് സൈക്കാട്രിസ്റ്റിനോട് ചോദിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു 45th അമെൻമെൻ്റ് ആണെന്ന് പറഞ്ഞു. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രസിഡൻറ്റിൻ്റെ ഇൻകപ്പാസിറ്റി വരുമ്പം എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് അമേരിക്കൻ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ 45th അമെൻമെൻറ്റ് ഇൻവോക്ക് ചെയ്യണം എന്ന് പല കോൺഗ്രസ് വിമനും ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇൻകേപ്പബിളാണ്, അദ്ദേഹത്തിന് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഉണ്ട്, സൈക്കാട്രിക് ഇഷ്യൂസ് ഉണ്ട്, മലഗ്നൻ നാർസിസിസ്റ്റാണ്, കൊഗ്നിറ്റീവ് ഡിക്ലൈൻ അതിൻ്റെ സൂചനകൾ കാണിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ചികിത്സിക്കണം, അല്ലെങ്കിൽ അതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അസുഖം എന്താണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് ഈ സൈക്കാട്രിക് അസോസിയേഷൻ്റെ ആളുകൾ പറയുന്നു. അപ്പോൾ ഈ സൈക്കോ അനലിറ്റിക് അസോസിയേഷൻ ഉണ്ട്, അവർ പറയുന്നത് വെച്ചാൽ ഈ അമേരിക്കൻ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറേ പ്രോട്ടോക്കോൾസ് ഉണ്ട്. ആ പ്രോട്ടോക്കോൾസ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ കൺസെൻറ്റോട് കൂടിയാണ് ഒരാൾക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്ക് എന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം. എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനെ അപ്രോച്ച് ചെയ്യുന്നു. അങ്ങനെ അല്ലാതെ നമ്മളൊരാൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്യണം, അത് പരിഹരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് എത്തിക്സ്, മെഡിക്കൽ എത്തിക്സ്, സൈക്കാട്രിക് എത്തിക്സിനെതിരാണ്. അതുകൊണ്ട് ആ പണി ചെയ്യരുത്. അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്ന ഡിബേറ്റ്. നമുക്ക് ട്രംപിന് അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ, അല്ലാതെ അദ്ദേഹം ഇന്ന ട്രീറ്റ്മെൻറ്റ് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുമോ, അത് നമ്മുടെ മെഡിക്കൽ സൈക്കാട്രിക് എത്തിക്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ള ഡിബേറ്റാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൽ ഈ സൈക്കാട്രിക് അസോസിയേഷൻ്റെ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വ്യക്തിയുടെ ഇതുമായി മാത്രം ബന്ധപ്പെട്ടല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പബ്ലിക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു, രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആയിട്ട് തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരതിന് പല സിംറ്റംസ് പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റുകൾ, ട്രൂത്ത് സോഷ്യൽ എഴുതുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഈ പറയുന്ന കൊഗ്നിറ്റീവ് ഡിക്ലൈൻ്റെ പ്രൊഫഷണലായിട്ടുള്ള കൊഗ്നിറ്റീവ് ഡിക്ലൈൻ്റെ സിംറ്റംസാണ്. അതുകൊണ്ട് ആസ് എ സ്റ്റേറ്റ്, അമേരിക്കൻ സ്റ്റേറ്റ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ആ വകുപ്പ് എടുത്ത് പ്രയോഗിക്കേണ്ട സന്ദർഭമാണ്. കാരണം ഇൻകപ്പാസിറ്റി ഓഫ് ദ പ്രസിഡൻറ്റ് എന്നുള്ളത് ഒരു നാഷണൽ എമർജൻസിയാണ്. ആ ഒരു നാഷണൽ എമർജൻസി വരുമ്പോൾ എന്താണ് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം? അത് ചെയ്യണം. അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് മാറ്റി പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് പറയുന്ന ആ നിലയ്ക്ക് അവിടെ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ന്യൂക്ലിയർ പവർ കൈവശം, ലോകത്ത് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ വെപ്പണറി കൈവശം വെച്ചിരിക്കുന്ന രാജ്യം, ഇങ്ങേരുടെ കയ്യിലാണ് ഇതിൻ്റെ ബട്ടൺ. അറിയില്ലേ? ഇത്രയും ഇദ്ദേഹം ഒരു അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൈമാറുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നെന്താണ്? അവിടുത്തെ ന്യൂക്ലിയർ ആംസുമായി ബന്ധപ്പെട്ട അതിൻ്റെ കംപ്ലീറ്റ് രഹസ്യ രേഖകളും അതിൻ്റെ ബട്ടനുമാണ്. അപ്പോൾ പുള്ളി ആ ബട്ടൺ അമർത്തിയാൽ ലോകം മൊത്തം ചുട്ടുകരിക്കാൻ പറ്റും. അത് ഒരു ബിഹേവിയറൽ ഡിസോർഡറുള്ള ഒരാളാണ് അവിടെ ഇരിക്കുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം? ഇത് വലിയൊരു ഡിബേറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ പറയുന്ന ഇറാൻ, ഹോർമൂസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സംഗതികളെ നോക്കേണ്ടത്. അപ്പോൾ
ഇത് ഞാൻ പറയുന്ന ഒരാളുടെ ഒരു ഇത് ട്രംപിൻ്റെ ബിഹേവിയറൽ ഡിസോർഡറുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയായിട്ട് ഡിസ്കഷനിൽ വരികയാണ്. പിന്നെ മറ്റു കാര്യം ജിമ്മി പറഞ്ഞു, ഇത് ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടി തലയൂരുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതേസമയം ഇത് അദ്ദേഹത്തിൻ്റെ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ ഇത് സെല്ല് ചെയ്യണ്ടേ. നവംബറിൽ മിഡ് ടൈം ഇലക്ഷൻ വരികയാണ്. ചുമ്മാ ഇന്നിപ്പം ഫോക്സ് ന്യൂസിന് ഏറ്റവും ഒടുവിൽ ഫോക്സ് ന്യൂസിന് കൊടുത്തുള്ള ഇൻ്റർവ്യൂ, യുദ്ധം നിൽക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ പോന്നാലും പ്രശ്നമൊന്നുമില്ല, ഇറാൻ വിൽ ടേക്ക് ഡിക്കേഡ്സ് ടു റീകാലിബ്രേറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് അദ്ദേഹം യുദ്ധം ചെയ്യുന്നത്? ഇറാൻ പൊളിഞ്ഞു പാളീസായി, എല്ലാ ദിവസവും പറയണതാണ് കംപ്ലീറ്റ് ഓബ്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞ് നടക്കും. ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ പറയുന്നു ഇപ്പം നമ്മൾ പിൻവാങ്ങിയാലും ഇറാന് റീകാലിബ്രേറ്റ് ചെയ്യാൻ അവർക്ക് രണ്ടാമത് പടുത്തുയർത്തി വരാൻ പതിറ്റാണ്ടുകളെടുക്കും. ഞാൻ അത്രയും നശിച്ചുപോയി എന്നല്ലേ പറയുന്നത്. അപ്പോൾ അത്രയും പതിറ്റാണ്ടുകൾ എടുക്കാൻ മാത്രം ഇറാൻ നശിച്ചുപോയിട്ട് പുള്ളി എന്തിനാണ് യുദ്ധം തുടരുന്നത്? എന്തിനാണ് അവരായിട്ട് ചർച്ച ചെയ്യുന്നത്? മിഷൻ അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരാലോ. ഒരേ വാചകത്തിലാണ് ഈ വൈരുദ്ധ്യം നിൽക്കുന്നത്. നമ്മൾ യുദ്ധം ഉടനെ നിൽക്കും, യുദ്ധം നിന്നാൽ അവന്മാർക്ക് പൊങ്ങി വരാൻ പതിറ്റാണ്ടുകളെടുക്കും എന്നും പറയുന്നു. ഇതെന്താ ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുക? അതാണ് നമ്മൾ ഇതിൽ അടിസ്ഥാനപരമായി യുദ്ധവുമായി വന്നിട്ട് അമേരിക്കൻ പോളിസി എന്താണ്? ഒരു യുദ്ധം ആരംഭിക്കുമ്പോൾ ഒരു ലക്ഷ്യം വേണ്ടേ, അതിന് വാർ ടാർഗറ്റിൽ വേണ്ടേ, അതെന്താണ് എന്നതിനെ കുറിച്ച് ആർക്കും ഒരു നിശ്ചയമില്ല. ഇസ്രായേലിന് വേണ്ടി ഒരു യുദ്ധം തുടങ്ങിക്കൊടുത്തു, പക്ഷെ അതിൽ നിന്ന് എങ്ങനെ ഊരും എന്നതിനെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായ ഒരു അനിശ്ചിതത്വത്തിലാണ്. ആ അനിശ്ചിതത്വം അതിൻ്റെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മളൊരു യുദ്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഒരു യുദ്ധത്തിൽ വളരെ യുദ്ധത്തിൽ സാമാന്യമായിട്ട് വിജയവും പരാജയവും ഇല്ല കേട്ടോ. ഒരു യുദ്ധത്തിലും ആരും വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ എല്ലാവരും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. യുദ്ധം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി പരാജയമാണ്. പക്ഷേ നമ്മൾ മെറ്റീരിയലായി ചിന്തിക്കുമ്പോൾ ഒരു യുദ്ധത്തിൽ ഒരു കൂട്ടർ വിജയിച്ചു അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം അവരുടെ ടെറിട്ടോറിയൽ ലോസ് അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ഗെയിൻ ഇതാണല്ലോ. ആ നിലക്ക് നോക്കുകയാണെങ്കിൽ ഇറാന് ടെറിട്ടോറിയൽ ഗെയിൻ സംഭവിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ. അതെന്താണ്? നേരത്തെ സ്വതന്ത്രമായിരുന്ന ഒരു വാട്ടർ വേ, അതായിരുന്നു ഹോർമൂസ്. അതിപ്പോൾ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇറാനാണ്. എന്ന് പറഞ്ഞാൽ അവരിതുവരെ കൺട്രോൾ ചെയ്യാത്ത ഒരു ടെറിട്ടറി, ടെറിട്ടോറിയൽ ഇൻ്റർനാഷണൽ വാട്ടർ എന്നുള്ളത് അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സായിട്ട് മാറുന്നു. എന്ന് പറഞ്ഞാൽ അവർ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അവരുടെ ജിയോഗ്രഫി അവർ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ യുദ്ധം പാതി വഴിയിൽ നിൽക്കുമ്പം ആര് വിജയിച്ചു എന്ന് ചോദിച്ചാൽ ആ ഒരു മാനദണ്ഡം വെച്ച് നോക്കുകയാണെങ്കിൽ ഇറാനാണ് വിജയിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിലെ മിത്രങ്ങളുടെയും ഈ യുക്തിമോർച്ചക്കാരുടെയൊക്കെ മാനദണ്ഡം ആളുകളെ കൊല്ലുക എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ വിജയമെങ്കിൽ നിശ്ചയമായിട്ടും അമേരിക്ക ഇസ്രായേലിനെ വിജയിച്ചിരിക്കുന്നത്. രണ്ടാം ദിവസം തന്നെ 150ഓളം കുഞ്ഞുങ്ങളെ അവർക്ക് കൊല്ലാൻ പറ്റി, പിന്നെ ഒരുപാട് ആളുകൾ കൊല്ലാൻ പറ്റി. ഇതാണ് ഇതിന് ചിത്രം എന്ന് പറയുന്നത്. ഇതിൽ ഒരു കൗതുക കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ. വളരെ അശ്ലീലമായിട്ടുള്ള കൗതുക കാഴ്ചകളാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിയും കുറച്ച് ദിവസം നമ്മൾ കാണും. യെസ്, ഏതായാലും രണ്ടാം ഘട്ട സമവായ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന അമേരിക്കയാണ് മുന്നോട്ട് ഉപാധി വെച്ചിരിക്കുന്നത്. വ്യാഴാഴ്ചയ്ക്കകം ഇസ്ലാമാബാദിൽ വെച്ച് തന്നെ ആ ചർച്ച നടക്കണമെന്ന് തന്നെയാണ് ട്രംപിൻ്റെ ആവശ്യവും. അപ്പോൾ ആ രീതിയിൽ സമവായ ചർച്ചകൾ മുന്നോട്ട് പോകട്ടെ. യുദ്ധത്തിൽ സമാധാനം തന്നെയാണ് ആവശ്യം. ഏറ്റവും ഒടുവിൽ യുദ്ധമില്ലാതാവുക എന്നുള്ളത് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളുടെയും ആവശ്യം.